ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല. 1.5 വർഷമായി കുടിവെള്ളമില്ല. മുനമ്പം നിവാസികൾ സംസ്ഥാന പാത ഉപരോധിക്കാൻ ഒരുങ്ങുന്നു. വൈപ്പിൻ മുനമ്പം 1-ാം വാർഡിലെ താമസക്കാരായ മുനമ്പം നിവാസികൾക്ക് 1.5 വർഷമായിട്ട് കുടിവെള്ളം കിട്ടാനില്ല. ജനിച്ചു വളർന്ന നാട്ടിൽ ജീവിക്കാൻ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ സമരം തുടരുന്ന മുനമ്പം നിവാസികൾക്കാണ് പഞ്ചായത്ത് വാട്ടർ അതോറിറ്റി അധികൃതരുടെ അനാസ്ഥയ്ക്ക് എതിരെ സമരത്തിന് ഒരുങ്ങുന്നത്. പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനേക്കാൾ അധികാരികൾ പ്രാധാന്യം നൽകുന്നത് ചെറായി മുനമ്പം പ്രദേശങ്ങളിലെ റിസോർട്ടുകൾക്ക് കുടിവെള്ളം നൽകാനാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. രാത്രിയും പകലും ഞങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ പൈപ്പിന്റെ ഉള്ളിലാണ് നടക്കുന്നത്. വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യേണ്ടി വരും. ഇത് ഞങ്ങളുള്ള പകരം. അതായത് ഇവിടെ ഞാനൊരു LDF വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഇവിടെ UDF-ഉം LDF-നും ഉള്ള ആൾക്കാരാണ് ഇവിടെ എല്ലാവരും. ഇവിടെ BJP-യുടെ ഒരു സ്ഥാനാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല. കേൾക്കണ്ട, BJP-യുടെ ഒരു സ്ഥാനാർത്ഥി കൂടി ഉണ്ടായില്ല ഈ വാർഡിൽ. തന്നെയല്ല, ആകെ ഈ പഞ്ചായത്തിൽ 2 സ്ഥാനാർത്ഥികളെ ജയിച്ചിട്ടുള്ളൂ. 2 മെമ്പർമാരേ ഉള്ളു. ഒന്ന് കുഞ്ഞുവൻ, ഈ നിൽക്കുന്ന ആള്. ഇവനൊക്കെ LDF-ന് പ്രവർത്തിക്കാൻ പറഞ്ഞാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സമരം ഞാൻ അവിടെ ഉള്ള എല്ലാ മരവാഴകളായ ഉദ്യോഗസ്ഥർക്കും സമർപ്പിക്കുന്നതാണ്. കാരണം ഒരു 10 വർഷത്തിന് മീതെ ആയിട്ടുണ്ടെന്ന് തോന്നണ് അവിടുത്തെ ഒരു എഞ്ചിനീയർ. ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ട് ഉപ്പുവെള്ളത്തിന് മധ്യ സ്ഥിതി ചെയ്യണ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു വെള്ള സമരം ഉണ്ടാകുമ്പോൾ കുടിക്കാനായിട്ട് വെള്ളമില്ല, വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള വെള്ളമില്ല. വളരെ ബുദ്ധിമുട്ടേറിയ ജീവിതമാണ് ഇവിടെ എല്ലാവരും തന്നെ അനുഭവിക്കുന്നത്. ഇനി ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമരങ്ങളും നടത്തി, അതൊന്നും വിജയിക്കുന്നില്ല. ഇവര് ടാങ്കറിൽ വെള്ളം അടിക്കുന്നു. റിസോർട്ടിലെ നീന്തൽക്കുള്ളിലടക്കം ഉപയോഗിക്കുന്നത് ശുദ്ധജലമാണെന്ന് ഇവർ പറയുന്നു. നിരവധി തവണ പരാതികളായും സമരങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടും കുടിവെള്ളത്തിനായി ഇവർ കാത്തിരിക്കുന്നു. 600 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളും സാധാരണ കൂലിത്തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് നിത്യോപയോഗത്തിനായുള്ള കുടിവെള്ളം ഇല്ലാതായിട്ട് 1.5 വർഷമാകുന്നു. വീടാവശ്യത്തിനുള്ള ശുദ്ധജലം പണം നൽകി വാങ്ങേണ്ട ഗതികേടിലാണ്. സ്വന്തം വീടുകളിൽ വെള്ളം എത്താൻ കഴിയാത്തതിനാൽ പൊതു ടാപ്പിൽ രാത്രിയും ജലത്തിനായി കാത്തിരിക്കുന്നു. വൈപ്പിൻ MLA-യും തങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് പരാതി അറിയിച്ചപ്പോൾ പുതിയ പദ്ധതി വരുമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി 5 വർഷം കൊണ്ട് മുനമ്പം നിവാസികളെ അവഗണിച്ചെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കുടിവെള്ള പൈപ്പിടാൻ കുഴിച്ച റോഡും തകർന്നു കിടക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് മുനമ്പം നിവാസികൾ സംസ്ഥാന പാത ഉപരോധിക്കാൻ ഒരുങ്ങുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് വരെ നിന്നാണ് ഇത് പൊളിച്ചത്. അതിന്റെ വീഡിയോ വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് അവര് പറഞ്ഞത് ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇത് കുത്തിപ്പൊളിച്ച് ഇപ്പുറത്താണ് പൈപ്പ് ഉള്ളത്. അത് ഈ സൈഡ് അവർ പൊളിച്ച് കഴിഞ്ഞപ്പോ ഇതാണ് എത്ര ആൾക്കാരാണ് അറിയണത്. ഈ സഹോദരന്റെ കാലൊക്കെ പൊട്ടിയിരിക്കുകയാണ്. ഈ കുഴിയിൽ വീണിട്ട് ഞാൻ 1 പ്രാവശ്യം വീണ്. എനിക്ക് പിന്നെ ദൈവത്തിന്റെ ഒന്നും പറ്റിയില്ല. അപ്പൊ ഈ കുഴിയിൽ അത് തന്നെയല്ല ഞങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് അസുഖം പിടിയോടെയാണ് ഈ പൊടിയല്ല ഞങ്ങൾ ശ്വസിക്കണത്. ഈ റോഡ് തന്നെ നോക്കി കണ്ടേ കുത്തിപ്പൊളിച്ചിട്ടേക്ക് മണ്ണാണ് ഇവിടെ കിടക്കണത്. ഞങ്ങൾക്ക് വെള്ളം കൊണ്ടല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഈ റിസോർട്ടുകളൊക്കെ അപ്പൊ തന്നെ അവിടെ നിന്ന് ഓർഡർ വന്ന് റിസോർട്ടിന് വെള്ളം കൊടുത്തോളണം, ജനങ്ങൾക്ക് പിന്നെ വെള്ളം കൊടുക്കാന്ന് പറഞ്ഞ അവിടെ ഓർഡർ വന്ന് അവിടെ വാട്ടർ അതോറിറ്റിക്കാർ വന്ന് കുറെ റിസോർട്ടിന്റെ കുറെ കണക്ഷനൊക്കെ വെച്ച് അവിടെ ബ്ലോക്ക് ചെയ്താണ്. ന്യൂസ് ബ്യൂറോ, പറവൂർ.